ഹായ് മകളെ, പലപ്പോഴായിട്ട് പാരൻസ് മീറ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ അച്ഛനോട് അല്ലെങ്കിൽ അമ്മയോട് നിങ്ങളുടെ ടീച്ചർ പറയാണ് ഇവൻ പഠിക്കാൻ ഭയങ്കര മിടുക്കനാണ്, പക്ഷെ പഠിക്കാത്തത് കൊണ്ടാണ് എന്ന്. സത്യം നമുക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ? സോ എന്ത് തന്നെയാണെങ്കിലും ഞാൻ ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് ഈ കാണുന്ന വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. കഥ ഇങ്ങനെയാണ്. ഞാൻ ഈ പറയുന്ന കഥാപാത്രങ്ങളൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം, അതിലെ തീം മാത്രം ശ്രദ്ധിക്കുക. ഒരിക്കൽ നമ്മുടെ പ്രശസ്തനായിട്ടുള്ള ഒരു ചിത്രകാരൻ, നമ്മുടെ ലിയനാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും വലിയ പ്രശസ്തനായിട്ടുള്ള ഒരു ചിത്രകാരൻ, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹം ഒരു എക്സ്പോയിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കുറച്ച് ആളുകൾ വരികയാണ്. അങ്ങനെ വന്നു, അദ്ദേഹത്തോടൊരു ചിത്രം വരപ്പിച്ചു. ആ സമയത്ത് വരപ്പിച്ചു. ഏകദേശം 2-3 മിനിറ്റിനകം തന്നെ അദ്ദേഹം അതിമനോഹരമായിട്ടുള്ളൊരു ചിത്രം വരച്ച് അവർക്ക് കൊടുത്തു. അദ്ദേഹത്തോട് ചോദിച്ചു, എത്ര ഡോളറാണ് ഞാൻ ഇതിന് തരേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് ഇദ്ദേഹം പറയാണ്, $100 ഇതിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞു. അപ്പോൾ അത്ഭുതത്തോടു കൂടി, കുറച്ച് കാലങ്ങൾക്ക് മുമ്പെയാണ്, $100 എന്നാൽ വലിയൊരു തുകയാണ്. വരച്ച് കഴിയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്, ഈ ഒരു 2-3 മിനിറ്റ് കൊണ്ട് വരച്ച ചിത്രത്തിന് $100 എത്രയോ അധികം അല്ലെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം കൊടുത്തൊരു മറുപടി ഉണ്ട്, പ്രിയപ്പെട്ട സാർ, 3 മിനിറ്റ് കൊണ്ട് ഈ ചിത്രം വരയ്ക്കാൻ വേണ്ടി ഞാൻ 20 വർഷത്തിലധികം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 3 മിനിറ്റ് കൊണ്ട് എനിക്ക് ഈ ചിത്രം വരയ്ക്കാൻ സാധിച്ചത്. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. +1 നിങ്ങൾ പല കുട്ടികളുടെ റിസൾട്ടുകൾ കണ്ടിട്ടുണ്ടാവും. 25ഓളം വിദ്യാർത്ഥികൾക്ക് +1 മാത്തമാറ്റിക്സ് അടക്കം, ഫിസിക്സ് അടക്കം, കെമിസ്ട്രി അടക്കം, മലയാളം സെക്കൻഡ് അടക്കമുള്ള എല്ലാ സബ്ജക്റ്റിലും ഫുൾ മാർക്ക് നേടിയത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പരീക്ഷയുടെ തലേ ദിവസം കൊണ്ടുള്ള ലൈവുകൾ കണ്ടുകൊണ്ട് പഠിച്ചത് കൊണ്ടല്ല. അവരൊക്കെ കൃത്യമായിട്ട് ആ വർഷം മുഴുവൻ കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലം തന്നെയാണ് ആ കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മളൊക്കെ ബുജി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തള്ളുന്ന പല കുട്ടികളും അവരുടെ പിന്നിലുള്ള ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് മറന്നു പോകാറുണ്ട് പല ആളുകളും. അവർക്ക് ദൈവം ഒരുപാട് ബുദ്ധിശക്തി കൊടുത്തതുകൊണ്ടാണ് അവർ ഇത്ര മാർക്ക് കിട്ടിയത് എന്ന് പല ആളുകളും പറഞ്ഞുകൊണ്ട് തൻ്റെ കഴിവിനെ നമ്മൾ മാറ്റി വെക്കുന്ന ഒരു അവസ്ഥയും നമ്മൾ കാണാറുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഒരു കുട്ടിയും ബുദ്ധിജീവികളായിട്ടല്ല ജനിക്കുന്നത്. അവരുടെ എഫേർട്ട്, അവരുടെ പ്രാക്ടീസ് തന്നെയാണ് അവർ അത്തരത്തിലേക്ക് ബിൽഡ് ചെയ്യുന്നത്. സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കും ഒരുപാട് കഴിവുകളുണ്ട്. നിങ്ങളുടെ ടീച്ചേഴ്സ് പറയുന്നത് പോലെ നിങ്ങൾ നല്ല കഴിവുള്ള ആളുകളാണ്. അത് യൂസ് ചെയ്യാൻ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഗ്നി ബാച്ച് റെഡിയാണ്. അഗ്നി ബാച്ചിലേക്ക് വരിക. ഇത് പ്രൊമോഷൻ വേണ്ടി മാത്രം പറഞ്ഞതല്ല. +1 നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ +2 നിങ്ങൾ കോൺഫിഡൻസോടുകൂടി എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ +1 ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബാച്ച്, കേരളത്തിൽ ഏറ്റവും മികച്ചതെന്ന് വെച്ചാൽ അത് സൈലത്തിൻ്റെ അഗ്നി ബാച്ച് തന്നെയാണ്. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കിട്ടും. റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. അതേപോലെ തന്നെ DPPs, പ്രാക്ടീസ്, എക്സാംസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കിഡ്ലസ് സർപ്രൈസ് ഏതാനും ദിവസങ്ങൾക്കൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. സൈലന്റ് ക്ലാസ് +1 എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഓൾ ദി ബെസ്റ്റ്.